ഓക്കെ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് പ്രീവെയ്റ്റിൻ്റെ ബാക്കി സെക്ഷനാണ്. അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് പോലെയുള്ള മുഗൾ എംപറേഴ്സിനെ പറ്റിയാണ്. ഓക്കെ. ഇതിന് അല്ലാതെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ മിക്കേൻ്റെ ഇപ്പോൾ കമൻറ്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള കമൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻസ് ആണ് നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുന്ന നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കമൻസുകൾ വരുന്നുണ്ട്. ഓക്കെ. നമുക്കൊരിക്കലും ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ സംസാരിക്കാൻ പറ്റാത്ത കൊണ്ടല്ല ഈ ഒരു രീതിക്ക് ചെയ്യുന്നത്. ഈ ചാനലിന്റെ പേര് തന്നെ SSC സ്പാർട്ടൻസ് മലയാളം എന്നാണ്. അതുപോലെ തന്നെ ഹിന്ദിയിൽ ഇഷ്ടംപോലെ ചാനൽസുകളുണ്ട്. നമ്മളിത് മലയാളത്തിൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ചാനൽ തന്നെ വന്നിരിക്കുന്നത്. പിന്നെ ചാനലിന്റെ പേരിൽ തന്നെ SSC സ്പാർട്ടൻസ് മലയാളം എന്ന് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ കമന്റ് സെക്ഷൻ മെയിനായിട്ട് ഓഫ് ആക്കാനുള്ള കാരണം, കമന്റ് സെക്ഷനിൽ മിക്കതിലും ഞാൻ കുറെ എണ്ണമൊക്കെ എടുത്ത് കളഞ്ഞു. ഈ പറയുന്ന സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്നൊരു തരംതിരിവിലുള്ള ഭയങ്കരമായിട്ട് മോശം വരുന്ന കമന്റുകൾ വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിനെ പറ്റിയുള്ള കമന്റും വരുന്നുണ്ട്. അതൊക്കെ വെറുതെ അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് കമന്റ് ഓഫ് ആക്കിയിട്ടത്. അപ്പൊ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. പിന്നെ ഹിന്ദിയിൽ സംസാരിക്കുക, ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നൊക്കെ കമന്റ് വരുന്നുണ്ട്. അവരവരുടെ ഇതിൽ പറഞ്ഞു പൊക്കോട്ടെ. നമ്മൾ ഏതായാലും മലയാളത്തിലെ തന്നെയായിരിക്കും വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അത് ഇംഗ്ലീഷ് സംസാരിക്കാനോ ഹിന്ദി സംസാരിക്കാനോ അറിയാൻ മേലാത്ത കൊണ്ടല്ല, അറിയാം. പക്ഷെ മലയാളത്തിൽ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം. ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് ചാനലിൽ മലയാളം എന്ന പേര്. ഇപ്പോ എന്താ പറയുന്ന സബ്സ്ക്രൈബർ കൂടാനോ അല്ലെങ്കിൽ വ്യൂസ് കൂടാനോ വേണ്ടി അതിൽ സംസാരിക്കേണ്ട ആവശ്യം നമുക്കില്ല. അങ്ങനെയൊക്കെ കമന്റുകൾ വരുന്നുണ്ട്. അതിന് നമുക്ക് ആവശ്യമില്ല. നമ്മൾ മലയാളത്തിൽ കണ്ടിന്യൂ ചെയ്യും. കാണുന്നവർ കണ്ടാൽ മതി. ആവശ്യമുള്ളവർക്ക് ഇത് യൂസ് ആയിട്ട് തോന്നും. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ പോകാനായിരിക്കും വരുന്നത്. ഇത് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പറയുകയാണ്. ഓക്കെ. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് SSC CHS 2017 ക്വസ്റ്റ്യൻ ആണ്. അക്ബർ വാസ് ബോൺ ഇൻ വിച്ച് ഇയർ? അക്ബർ വാസ് ബോൺ ഇൻ വിച്ച് ഇയർ? ഇപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ലോജിക്കലായിട്ട് ആലോചിച്ചാൽ മതി. അക്ബറിന്റെ കേസിൽ നിങ്ങൾക്ക് ഒരു കാര്യം അതൊക്കെ ഉറപ്പായിട്ട് ഓർമ്മയുണ്ടാവും. എന്തായിരിക്കും? സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1556 വരുന്നത്. ഓക്കെ. ഇവിടെ നോക്കുമ്പോൾ 1556 മുകളിലുള്ള ഒരൊറ്റ ഇയർ മാത്രമേ ഉള്ളൂ. സോ ഇതായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഓർത്ത് നോക്കുക, അക്ബർ ഭരണത്തിൽ വരുമ്പോഴത്തേക്കും ഏകദേശം 10, 13, 14 വയസ്സേ ഉള്ളൂ. അത് വെച്ച് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഏത് ഇയർ വരും? 1542 വരും. ഏതായാലും 1542 അക്ബറിന്റെ എന്ത് ചെയ്ത ജനിച്ച വർഷം വരുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The following statement regarding Mughal Empire in India is dash are correct. SSC CHSL ടാബ് 2 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവർ പറയുന്നത് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഓൾസോ മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് അക്ബേഴ്സ് റൂൾ ആൻഡ് ഹിസ് ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ. ഓക്കെ. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. 1556 ബാറ്റിൽ ഓഫ് ഹെമു വരുന്നത് അദ്ദേഹത്തിന്റെ ടെറിട്ടോറിയൽ എക്സ്പാൻഷന് കാരണമായിട്ടുണ്ട്. ശരിയാണ്. ദ ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി വാസ് ഹിസ്റ്റോറിക്കൽ ബാറ്റിൽ ഫൗട്ട് ഇൻ ജൂൺ 1576 ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അക്ബർ. ശരിയാണ്, അതും ശരിയാണ്. അക്ബറിന്റെ കേസിൽ രണ്ടാമതായിട്ട് ഇമ്പോർട്ടന്റ് വരുന്ന വാറാണ് ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഈ ഒരു കേസിൽ ശരിയാണ്. ഓക്കെ. ഈ ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി, ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലേക്ക് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഇനി ഫ്രണ്ടിലോട്ട് കാണും. ദെൻ ഞാൻ ഇതിനകത്ത് തിയറി കൂടുതലായിട്ട് പറയാത്ത കാരണം തിയറി സെക്ഷൻ എന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. 2 വീഡിയോസ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്. ഒന്ന് ഒരു താജ്മഹലിന്റെ പടമുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വേറെ അതിനു മുമ്പ് ഒരു വീഡിയോ കാണാൻ പറ്റും. അതിൽ അക്ബറിനെ പറ്റിയുണ്ട്, താജ്മഹലിന്റെ പടമുള്ളതിലും ഷാജഹാനെ പറ്റി ഉള്ള വീഡിയോ ഉണ്ട്. ഓക്കെ. ഇനി SSC CHS 2020 ക്വസ്റ്റ്യൻ ആണ്. വിച്ച് രാജ്പുത് റൂളർ ഓഫ് മേവാർ ഇൻ 1576 fought the battle of Haldigatti and then fled the field on his horse Chetak? ഓക്കെ. ഇതിൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന്, ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി ആരൊക്കെ തമ്മിലാണ് എന്നൊരു ക്വസ്റ്റ്യൻ കിട്ടും. 1576 ആരൊക്കെ തമ്മിലാണ് ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി വരുന്നത്? അക്ബറും
അതുപോലെ തന്നെ അക്ബറും മഹാറാണ പ്രതാപുമാണ്. അക്ബറും മഹാറാണ പ്രതാപുമാണ്. ഓക്കെ. ദെൻ അതിനകത്ത് നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേതക്ക് 6 കുതിരയാണ്. ആരുടെയാണ്? മഹാറാണ പ്രതാപിന്റെയാണ്. ഓക്കെ. ഈ 2 ക്വസ്റ്റ്യനും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അബ്ദുൾ ഫസൽ എ സ്കോളർ ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ് ഓഫ് ഇന്ത്യ വാസ് ഇൻ ദ കോർട്ട് ഓഫ് ഡാഷ്. SSC JEE സിവിൽ 2019 ക്വസ്റ്റ്യൻ ആണ്. അബ്ദുൾ ഫസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന്റെ കോർട്ടിലെ നവരത്നങ്ങൾ ഉണ്ടായിരുന്നു. ആ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ആരെന്ന് പറയുന്ന അബ്ദുൾ ഫസൽ. ഈ ആരൊക്കെയാണ് നവരത്നങ്ങൾ എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ തിയറി സെക്ഷനിലുണ്ട്. നിങ്ങൾ അതെടുത്ത് കണ്ടാൽ മതി. അടുത്ത SSC CGL 2019 R1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഹുമയൂൺസ് റെയിൻ ഡാഷ് വാസ് ബോൺ ഇൻ എക്സൈൽ വാസ് ഓൺലി 13 years when he was father dead. ഓക്കെ. അതായത് നമുക്കറിയാം നമ്മുടെ ബാറ്റിൽ ഓഫ് ചൗസ, ബാറ്റിൽ ഓഫ് കനൗജിനൊക്കെ ശേഷം ഹുമയൂൺ നാട് വിടും. ഈ നാട് വിടുമ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ജനിക്കുന്നത്. അപ്പൊ ഒരു രാജാവിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുന്ന സംഭവങ്ങളും ആർക്ക് കിട്ടിയിട്ടില്ല? അക്ബറിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇലിറ്ററേറ്റ് ആയിരുന്നു. പിന്നീട് ഈ തിരിച്ച് ഹുമയൂൺ ഭരണത്തിൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെ ഹുമയൂൺ മരിക്കപ്പെടുന്നു. ഇപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ആർക്ക്? അക്ബറിന് എന്ത് ചെയ്യേണ്ടി വരും? സ്ഥാനാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണത്തിൽ കയറേണ്ടി വരും അക്ബറിന്. ഈ ചെറിയ പ്രായമായ കൊണ്ട് തന്നെ അക്ബറിനെ ഈ ഭരണകാര്യങ്ങളിൽ സഹായിക്കാൻ ഒരു വിശ്വസ്തൻ ഉണ്ടായിരുന്നു. ആ വിശ്വസ്തന്റെ പേരാണ് ബൈറം ഖാൻ. ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. വെൻ വാസ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാസ് ഫോർട്ടഡ്? SSC JEE 2020 ക്വസ്റ്റ്യൻ ആണ്. എന്നാണ്? 1556 വരുന്നത്. ഹെമുവുമായിട്ടാണ് യുദ്ധം വരുന്നത്. During the early year his reign, Akbar's rule was actually run by his regent named Dash. SSC JEE 2019 ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഞാൻ കുറച്ച് പറഞ്ഞത്. ബൈറം ഖാനിന്റെ സഹായത്തോടു കൂടിയാണ് ഭരണങ്ങളൊക്കെ നടന്നത്. ഓക്കെ. Then Ibdat Khanna was a meeting house built by Mughal Emperor Dash. ഓക്കെ. ഇബ്ദാദ് ഖന്ന എന്ന് പറയുന്നത് ഒരു റിലീജിയസ് മീറ്റിങ്ങുകൾ കൂടാൻ വേണ്ടി അക്ബർ കൊണ്ടുവന്ന ഒരു ബിൽഡിംഗ് ആണ്. SSC CHL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? അക്ബർ. ഇത് കൂടാതെ തിങ്ലാഹി എന്ന് പറയുന്ന മതം അദ്ദേഹം സ്ഥാപിക്കുകയും ഇതൊക്കെ നമ്മൾ തിയറി സെക്ഷനിൽ കണ്ടതാണ്. ഓക്കെ. അടുത്ത ഡ്യൂറിംഗ് അക്ബേഴ്സ് റെയിൻ ഹു വാസ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് മുഗൾ എംപയർ? ഓക്കെ. ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? രാജ തോഡർമല്ലാണ് അക്ബറിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് വരുന്നത്. ബീർബലൊക്കെ മന്ത്രിയായിരുന്നു. അക്ബർ ബീർബൽ കഥകള്, നമ്മൾ ഈസോപ്പ് കഥകള്, മറ്റേ പഴയ കാലങ്ങളിലൊക്കെ പഠിക്കുന്ന കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അടുത്ത SSC CGL 2016 SSC CHS 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ സ്റ്റാർട്ടഡ് ദ മാൻസബ്ദാരി സിസ്റ്റം ഇൻ മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം? മാൻസബ്ദാരി എന്ന് വെച്ച് കഴിയുമ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സിസ്റ്റമാണ് മാൻസാബ് എന്നൊക്കെ പറയുന്ന ടേമുകൾ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അക്ബറാണ്. ഈ അക്ബറിന്റെ ടൈമില് അദ്ദേഹമാണ് ഈ സത്ത് സവർക്കർ എന്ന് പറയുന്ന റാങ്കുകൾ ഈ മാൻസബ്ദാരി സിസ്റ്റത്തിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ. SSC CGL 2019 ക്വസ്റ്റ്യൻ ആണ്. ജത്ത് സവർ എന്നൊക്കെ പറയുന്ന ടേം റിലേറ്റ് ചെയ്യുന്നത് ആരുടെ ഇതിലാണ്? മാൻസബ്ദാരി സിസ്റ്റത്തിലാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആരാണ്? ഈ പറയുന്ന അക്ബറാണ്. ഇത് റാങ്കുകളാണ് സത്യം പറഞ്ഞ. മാൻസബ്ദാരി സിസ്റ്റത്തിൽ വരുന്ന റാങ്കുകളാണ് ജത്ത് സവർ എന്നൊക്കെ പറയുന്നത്. ഇൻ അക്ബർ റെജീം ഡാഷ് വാസ് എ മിലിറ്ററി ഹെഡ്. അക്ബറിന്റെ കാലഘട്ടത്തിൽ മിലിറ്ററി ഹെഡിന്റെ പേരെന്തായിരുന്നു? മീർ ബക്ഷി ഓർത്ത് വെച്ചേക്കുക. ജോധ അക്ബർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം. ഇത് SSC CHS ചോദിച്ചാണ്. ജോധ അക്ബർ. അപ്പൊ ആരുടെ വൈഫാണ്? ജോധാബായ് എന്ന് പറയുന്നത് അക്ബറിന്റെ വൈഫാണ്. ഓക്കെ. ഇനി ഈ ജോധാബായുടെ ഒറിജിനൽ നെയിം എന്തായിരുന്നു? ഹീർ കുൻവാരി എന്നായിരുന്നു. അതും ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. When was the Battle of Tukaru?
ഈ ബാറ്റിൽ ഓഫ് തുക്കാറോ എന്ന് പറയുമ്പോൾ ആക്ച്വലി അക്ബറിന്റെ ഭരണകാലത്തിൽ നടക്കുന്ന ഒരു ബാറ്റിലാണ്. 1575 കാലഘട്ടം വരുന്നത്. ഓക്കെ. ബാറ്റിൽ ഓഫ് തുക്കറോയ് മുനീം ഖാന്റെ മേൽനോട്ടത്തില് അദ്ദേഹം അക്ബറിന്റെ ഒരു കമാൻഡറാണ്. ആര് ആരെ ഡിഫീറ്റ് ചെയ്യും? ഒരു അഫ്ഗാൻ റൂളർ, ദാവൂദ് എന്ന് പറയുന്ന അഫ്ഗാൻ റൂളറിനെ എന്ത് ഡിഫീറ്റ് ചെയ്യും. ഇതോടുകൂടി മുഗളിന് ആ ഒരു ബംഗാൾ മേഖല കൈയടക്കാനും പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. SSC CGL 2019 നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം 1575 ഈ ഒരു യുദ്ധം നടക്കുന്നത്. ആഗ്ര ഫോർട്ട് വാസ് ബിൽഡ് ബൈ. ആഗ്ര ഫോർട്ട് ബിൽഡ് ചെയ്തത് അക്ബർ തന്നെയാണ്. ആഗ്ര ഫോർട്ട്, അലഹബാദ് ഫോർട്ട്, എന്ന് ഓർത്താൽ മതി. ഓക്കെ. SSC CHSL 2017 ക്വസ്റ്റ്യൻ ആണ്. ബിൽഡ് ചെയ്ത ആരാണ്? അക്ബറാണ്. Whose administration became a model that was followed by Akbar when he consolidated the Mughal Empire? Okay. SSC CGL 2021. ഓക്കെ. അതായത് അക്ബറിന്റെ ഭരണകാലത്തില് ആരിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ പറയുന്ന എന്താ പറയുന്ന, അല്ലെങ്കിൽ ആരുടെ മോഡലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അദ്ദേഹം ഫോളോ ചെയ്യുന്നത്? ജസ്റ്റ് ഓർത്താൽ മതി. അക്ബറിന് മുമ്പ് അക്ബറിന്റെ അച്ഛൻ ഹുമയൂണുണ്ട്. ഹുമയൂണിനെ തോപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, ഷേർഷാ സൂരി. അപ്പൊ പൊതുവെ ആരായിരിക്കും? ഷേർഷാ സൂരിയുടെ മോഡലായിരിക്കും ഇദ്ദേഹം ഫോളോ ചെയ്യുന്നത്. ഷേർഷാ സൂരിയുടെ മോഡലാണ് ഫോളോ ചെയ്യുന്നത്. Who among the following initiated തിൻ ഇലാഹി? SSC CGL 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആരാണ് തിൻ ഇലാഹി എന്ന് പറയുന്ന മതം സ്ഥാപിച്ചത്? അക്ബറാണ്. Who among the following ബിൽഡ് അലഹബാദ് ഫോർട്ട്? SSC 2020 അലഹബാദ് ഫോർട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, അക്ബർ. അലഹബാദ് ഫോർട്ട്, ആഗ്ര ഫോർട്ടൊക്കെ ബിൽഡ് ചെയ്ത ആരാണ്? അക്ബറാണ്. Who among the following sit on the throne മുഗൾ ഡൈനാസ്റ്റി ഇൻ ആഫ്റ്റർ അക്ബർ? അക്ബറിന് ശേഷം ആരാണ് ഭരണത്തിലോട്ട് വരുന്നത്? അക്ബറിന് ശേഷം അക്ബറിന്റെ മകനായിട്ടുണ്ടായിരുന്ന ജഹാംഗീർ ആണ് ഭരണകാലത്തിൽ വരുന്ന. SSC MTS 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നൂർജഹാൻ എന്ന് പറയുന്നത് ജഹാംഗീറിന്റെ വൈഫാണ്. മുംതാസ് മഹൽ ഷാജഹാന്റെ വൈഫാണ്. SSC CHSL 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഈ ജഹാംഗീറിന്റെ സമയത്താണ്, അതായത് 1600 കാലഘട്ടങ്ങളിലാണ് ക്യൂവിന്റെ കയ്യിൽ നിന്ന് മറ്റേ എന്താ പറയുന്ന ഇന്ത്യയില് ഫാക്ടറികൾ സ്ഥാപിക്കാനുള്ള അവകാശം വാങ്ങിച്ചുകൊണ്ട് കുറെ ഇംഗ്ലീഷ് അംബാസിഡർമാർ ഇന്ത്യ വിസിറ്റ് ചെയ്യും. അത് ജഹാംഗീറിന്റെ കോർട്ടിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. പേരുകളാണ് വില്യം ഹോക്കിൻസ്. അതുപോലെ വില്യം ഹോക്കിൻസ്. SSC CGL 2022. നിങ്ങൾ ഇമ്പോർട്ടന്റ്, നമ്മുടെ ചാനലിൽ തന്നെ ഇമ്പോർട്ടന്റ് ട്രാവലേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ എടുത്തു കഴിഞ്ഞാൽ വില്യം ഹോക്കിൻസിനെ അവരെല്ലാവരും പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് എടുത്ത് കാണുക. അക്ബർ വാസ് സക്സീഡഡ് ബൈ ഹിസ് സൺ സലീം, who took the title dash meaning conqueror of the world. ഓക്കെ. അക്ബറിന് ശേഷം അക്ബറിന്റെ മകനാണ് വരുന്ന. ഒറിജിനൽ നെയിം സലീം എന്നാണ്. സലീം. ഓക്കെ. ജഹാംഗീർ ആണ് വരുന്നത്. ഈ ജഹാംഗീർ എന്ന് പറയുന്ന വീടിന്റെ അർത്ഥം തന്നെ കോൺക്വറർ ഓഫ് ദ വേൾഡ് എന്നാണ്. SSC CGL 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാല് സർ തോമസ് റോയ് came an official ambassador of King James I of England, which Mughal private court? SSC CGL 2019 ക്വസ്റ്റ്യൻ ആണ്. ജഹാംഗീറിന്റെ കോർട്ടിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് റോയ് വന്ന്. ഡാഷ് മാരീഡ് മെഹറുനിസ, ഗേവ് ദ ടൈറ്റിൽ നൂർജഹാൻ. മെഹറുനിസ എന്ന് പറയുന്നത് നൂർജഹാന്റെ ഒറിജിനൽ പേരാണ്. ആ വേർഡിന്റെ മീനിങ് തന്നെ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നാണ്. SSC CGL 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? ജഹാംഗീറിന്റെ വൈഫാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെഹറുനിസ എന്ന് പറയുന്നത്. In which of the following did Prince Salim ascended Mughal throne? SSC CPO 2020 ക്വസ്റ്റ്യൻ ആണ്. 1605 ജസ്റ്റ് ബേസിക് ആയിട്ട് ആലോചിക്കുക. 1576 ബാറ്റിൽ ഓഫ് ഹോൺലി കിട്ടിയവരും അക്ബറാണ് വരുന്നത്. അക്ബറിന് ശേഷം വരുന്നത് ജഹാംഗീർ ആണ്.
ജഹാംഗീർ വരുന്നത് 1605-ലാണ് എന്ത് ചെയ്യുന്നത്, ഭരണത്തിൽ കയറുന്നത്. ദ ടോംബ് ഓഫ് ഡാഷ് സിറ്റുവേറ്റഡ് ഇൻ സിക്കന്ദര. SSC CGL 2016, അതുപോലെ തന്നെ SSC CGL 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അക്ബറിന്റെ ടോംബാണ് സിക്കന്ദരയിൽ സ്ഥിതി ചെയ്യുന്നത്. അക്ബറിന്റെ ടോംബാണ് സിക്കന്ദരയിൽ സ്ഥിതി ചെയ്യുന്നത്. ദ നെയിം ഓഫ് എൽഡസ്റ്റ് സൺ ഓഫ് ഷാജഹാൻ. ഷാജഹാന്റെ എൽഡസ്റ്റ് സണ്ണിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. SSC JEE 2019 ക്വസ്റ്റ്യൻ ആണ്. ദാര ഷിക്കോവ് എന്നാണ് പേര്. നമുക്ക് 2 സണ്ണിന്റെ കേസാണ് പഠിക്കാനുള്ളത്. ഒന്ന് ദാര ഷിക്കോവും ഔറംഗസീബും. ദാര ഷിക്കോവ് എൽഡസ്റ്റ് സൺ ആണ്. ഇദ്ദേഹമാണ് കുറെ എപ്പിക് ആയിട്ടുള്ള, അതായത് ഉപനിഷത്തുകൾ അതേപോലുള്ള സംഭവങ്ങളൊക്കെ പേർഷ്യൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതും ഇതിന്റെ പാരലായിട്ട് ഓർത്തു വെച്ചേക്കുക. ഭഗവത്ഗീത, യോഗ, ഉപനിഷത്ത്, രാമായണ ഇതെല്ലാം തന്നെ പേർഷ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ദാര ഷിക്കോവാണ്. അണ്ടർ ദ നെയിം സർ ഇ അക്ബർ. ദ ആർട്ട് ഓഫ് ഓർണമെന്റേഷൻ കോൾഡ് പിത്തേറഡൂറ. പിത്തേറഡൂറ എന്ന് പറയുമ്പോൾ അതായത് അത്യാവശ്യം വിലപിടിപ്പുള്ള സ്റ്റോണുകൾ വെച്ചിട്ട് ബിൽഡിങ്ങുകൾ ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയാണ് പിത്തേറഡൂറ. ഇത് ആറ് ടൈമിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. SSC CGL 2023 ക്വസ്റ്റ്യൻ ആണ്. ഷാജഹാന്റെ ടൈമിലാണ്. കിങ് ഓഫ് ആർക്കിടെക്ട് എന്ന് പറയുന്നത്, ബാഷ ഓഫ് ആർക്കിടെക്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന ഷാജഹാനാണ്. ഹൂ അമംഗ് ദ ഫോളോയിങ് ബിൽഡ് ദ റെഡ് ഫോർട്ട് ഇൻ ഡൽഹി? SSC GD 2021, SSC CGL 2022 ക്വസ്റ്റ്യൻ ആണ്. ഷാജഹാനാണ്. താജ്മഹൽ, പീകോക്ക് ത്രോൺ ഇതെല്ലാം ബിൽഡ് ചെയ്യുന്ന ആര് തന്നെയാണ്? നമ്മുടെ ഷാജഹാൻ തന്നെയാണ്. ഡാഷ് ഹാസ് ബീൻ കോൾഡ് ദ ആർക്കിടെക്ട് കിങ് ആസ് ഡ്യൂറിംഗ് ഹിസ് റെയിൻ. The world witnessed the unique development in art and culture of Mughal Empire. SSC CGL 2019 ക്വസ്റ്റ്യൻ ആണ്. ആര് തന്നെയാണ്? ഷാജഹാനാണ്. ആർക്കിടെക്ട് കിങ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഷാജഹാനാണ്. ഷാജഹാൻ. Who among the following was the son of Mughal Emperor ഷാജഹാൻ? SSC MTS 2023 ക്വസ്റ്റ്യൻ ആണ്. ഷാജഹാന്റെ മകന്റെ പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താ വരുന്നത്? ഔറംഗസീബ്. ഔറംഗസീബ്. ഷാജഹാന്റെ ഒറിജിനൽ നെയിം ഖുറാം എന്നായിരുന്നു. അതും ഓർത്തു വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. SSC JEE 2019. ബിഫോർ ടേക്കിംഗ് ഓവർ ദ ത്രോൺ ഷാജഹാൻ കോൾഡ് ഡാഷ് ഖുറാം. ഖുറാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. സലീം എന്ന് പറയുന്നത് ജഹാംഗീറിന്റെ പേരായിരുന്നു. അതും ഓർത്തു വെച്ചേക്കുക. Francisco Barnier, the Frenchman associated with the Mughal court as a physician to Dara Shikoh, eldest son of Emperor Dash. SSC JEE 2017. ഷാജഹാന്റെ എൽഡസ്റ്റ് സൺ ആണ് ദാര ഷിക്കോ. ഈ ദാര ഷിക്കോവിനെ ട്രീറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഫ്രാൻസിസിയോ ബോണിയർ വരുന്നത്. ഓക്കെ. The renowned Peacock Throne was made Mughal Emperor. SSC 2019. പീകോക്ക് ത്രോൺ ബിൽഡ് ചെയ്ത ആരാണ്? ഷാജഹാനാണ്. ഷാജഹാനാണ്. പിന്നീട് പീകോക്ക് ത്രോൺ ഒക്കെ ഇവിടെ ലൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയേക്കണം. ഷാജഹാൻ വാസ് ദ ഡാഷ് മുഗൾ റൂളർ. SSC 2017. എത്രാമത്തെ മുഗൾ റൂളറാണ്? ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ആദ്യം ബാബർ വരും, അതിനുശേഷം ഹുമയൂൺ വരും, ദെൻ അക്ബർ വരും, അക്ബറിന് ശേഷം ജഹാംഗീർ വരും, ജഹാംഗീറിന് ശേഷം ഷാജഹാൻ വരും. സോ 5ാമത്തെ മുഗൾ റൂളറാണ്. ഇടക്ക് വരുന്ന ഷേർഷാ സൂരി ഓർക്കണം. മുഗൾ ഡൈനാസ്റ്റി അല്ല, അത് വേറെ ഡൈനാസ്റ്റിയാണ്. സൂർ ഡൈനാസ്റ്റി എന്ന് പറയും. വിച്ച് മുഗൾ പ്രിൻസ് വാസ് ട്രാൻസ്ലേറ്റഡ് ഉപനിഷത്ത് ഇൻ പേർഷ്യൻ? 1657 ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. SSC CGL 2021 ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി നോക്കി. ദാര ഷിക്കോവ് ആണ്. ദാര ഷിക്കോവ്. ഔറംഗസീബ് put his father dash under house arrest Agra Fort. SSC CHSL 2017. SSC CHSL 2017. ആരായിരുന്നു? ഷാജഹാനാണ് ഹൗസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇനി ഔറംഗസീബിന്റെയും ജഹാംഗീറിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ സിഖ് ഗുരുക്കന്മാരെ കൊല്ലുന്നതൊക്കെ നമ്മുടെ തിയറി സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. ദെൻ ബീബി കി മക്ബാര. ബീബി കി മക്ബാര പണി കഴിപ്പിച്ചത് ആസം ഷായാണ്.
സൺ ഓഫ് ഔറംഗസീബ് ആണ്. ഓക്കെ, ഈ ബീബി മക്ബാര എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ താജ്മഹൽ എന്നറിയപ്പെടുന്നത്, താജ്മഹൽ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബീബി മക്ബാരാണ്. ഏകദേശം താജ്മഹലിന്റെ മിനിയേച്ചർ ഷേപ്പാണ് ഈ വരുന്നത്. ഓക്കെ, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔറംഗാബാദിലാണ്. ഔറംഗാബാദ് മഹാരാഷ്ട്രയിലാണ്. Which of the following is the replica of famous Taj Mahal built in 1697? SSCHS 2021. ഓക്കെ, ബീബി മക്ബാരയാണ് ഈ പറയുന്ന താജ്മഹലിന്റെ റെപ്ലിക്ക എന്നറിയപ്പെടുന്നത്. ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ഓക്കെ, നിങ്ങൾ തിയറി സെക്ഷൻ കണ്ടിട്ട് വീഡിയോ കാണുന്നത്, അപ്പോൾ കുറച്ചുകൂടി യൂസ് ആവും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് സജസ്റ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ബാക്കിൽ കിടക്കുന്നവർക്ക്, അതുപോലെ തന്നെ പഠിക്കാൻ പൈസ കൊടുത്ത് പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്കും അതുപോലെ കഴിവില്ലാത്തവർക്കും ഇവർക്ക് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും. ഓക്കെ, പഠിക്കുന്നവർ പഠിച്ച് രക്ഷപ്പെട്ടോട്ടെ. നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.